ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പാൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 2026 മികച്ചതാക്കാൻ നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് ആവാൻ ഇനി 2 ആഴ്ചയുണ്ട്. പക്ഷേ അടുത്ത ആഴ്ച ഫുൾ മൂൺ വരുന്നതുകൊണ്ട് ഫുൾ മൂൺ റീഡിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത് നേരത്തെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളുണ്ട്. തമ്മിൽ 3 ചിത്രങ്ങളുണ്ട്. നിങ്ങൾക്കൊന്നുകിൽ ആ ചിത്രങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളിൽ നോക്കിയിട്ട് ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്നെപ്പോഴും ഓർക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 2026 മികച്ചതാക്കാൻ നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓഗസ്റ്റ് 2026 മികച്ചതാക്കാൻ ഗ്രൂപ്പ് 1നുള്ള മാർഗനിർദ്ദേശങ്ങൾ. നിങ്ങളോട് പ്രത്യേകം പറയുന്നത്, ഒരു തരത്തിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഊർജങ്ങളെ, അത് വരുന്ന സമയത്തിനെ, അത് വരുന്ന രീതിയെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. അതിനെ ഉപേക്ഷിക്കാൻ പറയുന്നു. മാറ്റങ്ങൾ ഏത് തരത്തിലാണ് വരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഷിഫ്റ്റ് ആണ് വരുന്നത്, അത് വരുന്ന രീതിയിൽ വരുന്ന സമയത്ത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു വിധത്തിലെയും മാറ്റങ്ങളെ തടയാനോ അതിൽ നിന്ന് ഓടി ഒളിക്കാനോ ശ്രമിക്കരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് ഫൈനാൻഷ്യൽ ഗോൾസ് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിന്റെ റിസൾട്ട് ലഭിച്ചിരിക്കും. ഓക്കെ, ഒരു പക്ഷേ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട്സ് കണ്ടു തുടങ്ങും. ആ റിസൾട്ട് കണ്ടു തുടങ്ങും അതിന്റെ അർത്ഥം നിങ്ങൾ എടുത്തുകൊണ്ടിരുന്ന എഫേർട്ട് അവസാനിപ്പിക്കുക എന്നല്ല. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അത് ആ ഒരു റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ നന്ദി വേണം ഈശ്വരന്റെ അടുത്ത്. അത് നിങ്ങളുടെ ആ ഒരു എഫേർട്ടിന് റിസൾട്ട് കാണുന്നു എന്നുള്ളതിന്റെ സന്തോഷം ഉണ്ടായിരിക്കണം. അതേ സമയം നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, ഈ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്താൻ പാടില്ല. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യണം. വാവ്. അതുപോലെ നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ ഒരു സൂചന എനിക്ക് കിട്ടുന്നുണ്ട്. 10 of Cups 10 of Cups ഒക്കെ കാണുമ്പോൾ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് സന്തോഷം നൽകുന്നതായിട്ട് കാണുന്നു. അതില് എന്താ പറയാ വെച്ചാല് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുക. ഓക്കെ, അതിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുക, ആ നിമിഷത്തിലായിരിക്കുക, മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുക. അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാകുമ്പോൾ അതിൽ ഫുള്ളി അത് എൻജോയ് ചെയ്യുക. അപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ചോ ഏതെങ്കിലും പാസ്റ്റിനെ കുറിച്ചോ ഒന്ന് ചിന്തിച്ച് സമയം കളയരുത്. നിങ്ങൾ ആ ഒരു ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാകുമ്പോൾ ആ സന്തോഷകരമായ നിമിഷങ്ങളിൽ തന്നെയായിരിക്കണം നിങ്ങൾ അതിൽ ഫുള്ളി പ്രസന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ നിന്ന് ഒക്കെ നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ചില റിലേഷൻസ് ഒക്കെ അതൊക്കെ അവസാനിക്കുന്നതിന്റെ ഒരു എനർജി കാണുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഊർജങ്ങൾ നിങ്ങളെ വിട്ടൊഴിയുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തില്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, അത് വിട്ടൊഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ചില കണക്ഷൻസ്, ചില സാഹചര്യങ്ങൾ, ചില ഊർജങ്ങൾ ഇൻ ജനറൽ ഓക്കെ നിങ്ങൾക്ക് നല്ലതല്ല. അത് നിങ്ങളൊരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണ് നിലനിർത്തുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ അത്തരം ഊർജങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നു. പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ഈ കാർഡും ഏകദേശം ഒരേ മീനിങ്. ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്, ബി ഇൻ ദ പ്രസന്റ്. ഓക്കെ, ലൈഫ് എൻജോയ് ചെയ്യുക. പ്രസന്റ് മൊമെന്റിലായിക്കൊണ്ട് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോഴാണ് യൂണിവേഴ്സിന് സർപ്രൈസ് ചെയ്യാൻ പറ്റും നിങ്ങളെ. ഞാൻ 414 എന്ന നമ്പർ അത് പറഞ്ഞപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പം ആ ഒരു ഫുൾ എനർജിയിലായിക്കൊണ്ട് ലൈഫിനെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടുന്ന നല്ല നല്ല വാർത്തകൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ ഓഗസ്റ്റ് മാസത്തിൽ സംഭവിക്കുന്നതിന്റെ ഒരു സാധ്യതയുണ്ട്. അപ്പം അതുണ്ടാകുമ്പോൾ അതിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി. നിങ്ങളോട് അതുപോലെ പറയുന്നത് വേറൊരു കാര്യം, നിങ്ങളുടെ മനസ്സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ
നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ചില സമയത്ത് ചില ഇന്ററാക്ഷൻസ് ഉണ്ടാകാം. ഓക്കെ, ഒരു ആർഗ്യുമെന്റ്സ് ഉണ്ടാകാം. 0505 എന്ന നമ്പറാണ് ഞാൻ കണ്ടത്. അപ്പം സാധാരണഗതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ റെസ്റ്റ്ലെസ് ആകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ മനസ്സമാധാനം പോവാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്രാവശ്യം അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സമാധാനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ റിയാക്ട് ചെയ്യാൻ. ചില സമയത്ത് സൈലൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് റിപ്ലൈ. ഓക്കെ, നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ എൻ്റെ വ്യൂസ് അല്ലെങ്കിൽ എൻ്റെ ഭാഗം ആർഗ്യൂ ചെയ്യുന്നതിലുണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ, എൻ്റെ എനർജി ഇവിടെ വേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ, അതിന് ഈ പറയുന്ന സോ കോൾഡ് സിറ്റുവേഷൻ, ഈ പറയുന്ന പീപ്പിൾ അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ റിയാക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മനസ്സമാധാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നിങ്ങളുടെ ഓരോ റിയാക്ഷൻ, പ്രത്യേകിച്ച് ഇതുപോലെ ആർഗ്യുമെന്റ്സ് പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ. 555 ആണ് ഞാൻ കണ്ടത് അത് പറഞ്ഞപ്പോൾ. ഓക്കെ, പിന്നെ നേരത്തെ പറയുന്ന പോലെ നിങ്ങളുടെ ഇതുവരെയുള്ള ചില കാഴ്ചപ്പാടുകൾ, ചില വിശ്വാസങ്ങൾ ഒക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതിനുള്ളൊരു സാധ്യതയും നമുക്ക് ഈ ഒരു മാസം കാണുന്നുണ്ട്, ഓഗസ്റ്റ് മാസത്തിൽ കാണുന്നുണ്ട്. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലല്ല ഇങ്ങനെയല്ല, എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞ് പിടിവാശി പാടില്ല. കാരണം ചില പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്സ്, ചില ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ വിശ്വാസങ്ങളിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളിലെ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റം വേണ്ടതാണ്. അപ്പൊ അതിന് അനുവദിക്കുക, അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകം നിങ്ങളോട് പറയുന്നത് സ്ട്രെസ്ഫുൾ ആകരുത്, അതുപോലെ തന്നെ സ്ട്രെസ്സിന്റെ പുറത്ത് റിയാക്ട് ചെയ്യരുത്, ഇറിറ്റേറ്റഡ് ആകാതെ നോക്കുക എന്നുള്ളതൊക്കെ നിങ്ങളോട് പ്രത്യേകം പറയുന്നു. അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ ഇൻഡിസൈസീവ് ആവരുത്. ഓക്കെ, ഡിസിഷൻസ് ഇൻ ദ സെൻസ് കണ്ടോ, എക്സ്ട്രീം ഹാപ്പിനെസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇൻഡിസൈസീവ്നെസ് ആണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഹാപ്പിനെസ് അത്രയും ഉണ്ടായിട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരിക. അപ്പം നിങ്ങളോട് പറയുന്നത് വളരെയധികം ഒരു പേഷ്യൻസോട് കൂടെ പ്രസന്റ് മൊമെന്റിൽ തന്നെ റൂട്ടഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്, അവൈലബിൾ ആയിട്ടുള്ള ചോയ്സസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഹാപ്പി ആയിക്കോളൂ, വിഷമില്ല. എക്സൈറ്റഡ് ആയിക്കോളൂ, അതും നല്ലതാണ്. പക്ഷെ ഓവർ എക്സൈറ്റഡ് ആകരുത്. അതുപോലെ തന്നെ എക്സ്ട്രീം ഹാപ്പിനെസ്സിൽ നിൽക്കുമ്പോൾ ഒന്നും ഡിസിഷൻസോ ഒന്നും എടുക്കരുത്. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 7 to 7 അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയം. ബി യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. ഓക്കെ, നിങ്ങളാരെയും അങ്ങനെ എന്താ പറയാ, നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒത്തന്റിക് സെൽഫിനെ എംബ്രേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒത്തന്റിക് സെൽഫിനെ നിങ്ങൾ എംബ്രേസ് ചെയ്യണം. എന്നാൽ നിങ്ങളിൽ ഹെൽത്തി ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തേണ്ടത് നിങ്ങൾ അത് വരുത്താൻ വേണം. ഇപ്പൊ നമ്മുടെ ഒത്തന്റിക് വേർഷൻ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആണെന്നല്ല ഉദ്ദേശിക്കണം. അതേസമയം അതിൽ വരുത്താവുന്ന ഹെൽത്തി ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, ആ ഹെൽത്തി ചേഞ്ചസ് ഡെഫിനറ്റ്ലി വരുത്തുക. നമുക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണ്, ഇൻട്രോവേർട്ട് ആയിരിക്കുന്നതുകൊണ്ട് ഒരു വിഷമമില്ല. ഇൻട്രോവേർട്ട് ആണ്, ഓക്കെ, അത് ആ ഇൻട്രോവേർട്ട് എനർജിയെ എംബ്രേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതിനെ പലരും പല രീതിയിലും വ്യാഖ്യാനിക്കുക. നിങ്ങളെ അത് എഫക്ട് ചെയ്യാൻ പാടില്ല. അവിടെയാണ് നിങ്ങളുടെ ഒതന്റിക് വേർഷൻ നിങ്ങൾ എംബ്രേസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഡിസിഷൻസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡിസിഷൻസ് എടുക്കേണ്ട സമയം വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ആകാൻ നോക്കുക, അതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കണം എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുക. അത് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹെൽത്തി ചേഞ്ച് നല്ലതാ അല്ലെ. സ്വയം ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് നിങ്ങൾ ആ പ്രാപ്തി നിങ്ങൾ നേടിയെടുക്കണം. അപ്പോൾ അവിടെ ആ ഹെൽത്തി ചേഞ്ച്, അപ്പൊ നിങ്ങളുടെ ഒതന്റിക് വേർഷനിൽ അവിടെ മാറ്റം വരുത്തുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ ഇൻട്രോവേർട്ട് ആണ്, ഇൻട്രോവേർട്ട് തന്നെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ ഈ ഒരു കാര്യം അതൊരു ഹെൽത്തി ആയിട്ടുള്ള മാറ്റമാണ്. അത് മാറ്റം വരുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ്. അപ്പം അത് മാറ്റുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അച്ചീവ്മെന്റ്സ്, അത് എത്ര ചെറിയ അച്ചീവ്മെന്റ്സ് ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ പ്രൗഡ് ആയിരിക്കണം. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അച്ചീവ്മെന്റ്സ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാള് എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ആണ്. അത് എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ അതിൽ പ്രൗഡഡ് ആയിരിക്കണം. നിങ്ങൾക്ക് അതിൽ അഭിമാനം, മറ്റുള്ളവർ അതിൽ അഭിമാനിക്കുന്നുണ്ടോ, മറ്റുള്ളവരെ അത് ഇംപ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല നോക്കേണ്ടത്, നിങ്ങൾ അതിൽ അഭിമാനിക്കുക. ഓക്കെ, ഇൻസെക്യൂരിറ്റീസ് ഒന്നും വേണ്ട നിങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സിനെ മാക്സിമം മനസ്സിൽ നിന്ന് മാറ്റി നിർത്തുക. ഓവർ തിങ്കിങ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ബി ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നത്. കാരണം പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അതേസമയം നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് ഓവർ തിങ്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യമേ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പേഷ്യന്റ്ലി മുന്നോട്ട് പോവുക, അനാവശ്യമായിട്ടുള്ള ധൃതി വേണ്ട, പേഷ്യന്റ്ലി മുന്നോട്ട് പോവാം.
ക്ഷമയോടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ആ റൈറ്റ് പാത്തിൽ എപ്പോഴും ആയിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് തോട്ട്സിനെ മാക്സിമം എന്ത് ചെയ്യാതിരിക്കുക, പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുക മുന്നോട്ട് പോകുമ്പോൾ. മാത്രമല്ല ഡിസിഷൻസ് എടുക്കുമ്പോഴും ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക, ലൈഫിൽ ഉണ്ടാകുന്ന ഹാപ്പി മൊമെന്റ്സ് എൻജോയ് ചെയ്ത് ആ ഓരോ ദിവസവും ആ ദിവസത്തിൽ തന്നെ നിങ്ങൾ മുഴുവനും പ്രസന്റ് ആയിരിക്കണം. പിന്നെ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സമാധാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആ മനസ്സമാധാനം തല്ലിക്കെടുത്തുന്ന ഏതൊരു സാഹചര്യത്തിൽ നിന്നും മാക്സിമം ഒഴിവാകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഓഗസ്റ്റ് 2026 ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 2026 മികച്ചതാക്കാൻ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങളോട് ആദ്യമേ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. നിങ്ങൾക്ക് സന്തോഷം മറ്റുള്ളവർ കൊണ്ടുവരും, മറ്റുള്ളവരിലൂടെ സന്തോഷം അനുഭവിക്കും, മറ്റുള്ളവരിലൂടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരിലൂടെ നിങ്ങൾക്ക് സഹായം ലഭിക്കും. ആ ഒരു ചിന്ത നിങ്ങളെ അത് നിങ്ങളിൽ ശക്തിപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഓഗസ്റ്റ് മാസം. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് മുന്നേ കൂട്ടി യൂണിവേഴ്സ് പറയാണ്, അങ്ങനെയല്ല നിങ്ങളായിരിക്കണ്ടേ. നിങ്ങൾ നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന സന്തോഷങ്ങൾ സ്വയം കണ്ടെത്തുക, നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു സഹായങ്ങൾ, നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് അത് സ്വയം നൽകുക, സ്വയം നിങ്ങൾക്ക് വേണ്ടുന്ന വഴി വെട്ടിത്തെളിക്കുക. അത് നിങ്ങൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്, വേറൊരാളും വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം നമുക്ക് സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കാം, വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കേണ്ട ഒരു മാസമാണ്. അതിനോടൊപ്പം തന്നെ ലൈഫിലേക്ക് വരുന്ന നല്ല നല്ല അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, നല്ല നല്ല മാറ്റങ്ങൾ, ഇതിനെല്ലാം ഈശ്വരനോട് നന്ദി പറയാനും മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാവുന്ന ഒരുപാട് മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ മൊമെന്റ്സിൽ തന്നെ ആയിക്കൊണ്ട് നിങ്ങൾ അതിനെ എൻജോയ് ചെയ്യുക. അപ്പൊ എന്താണ് ഇല്ലാത്തത് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പാടില്ല. പിന്നെ മാത്രമല്ല, നിങ്ങളോട് അലൈൻഡ് ആയി നിൽക്കുന്ന, നിങ്ങളോട് എനർജറ്റിക്കലി അലൈൻഡ് ആയി നിൽക്കുന്ന, അത് റിലേഷൻഷിപ്പ് ആവാം, സോൾമേറ്റ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ബാക്കി ബ്ലെസ്സിങ്സ്, ചേഞ്ചസ്, അത് എന്ത് തന്നെയാവാം, നിങ്ങളോട് അലൈൻഡ് ആയി നിൽക്കുന്ന ചില എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം. അപ്പൊ അതിനെ സ്വീകരിക്കുക, ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്. ഓക്കെ, ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നമുക്ക് 2 of cups 10 of cups 10 of coins കിട്ടുകൊണ്ട് പറയാണ്, നിങ്ങളുടെ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് ആയിരിക്കും, നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആയിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമായിരിക്കും ഓഗസ്റ്റ് മാസം. ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ടു ഇറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ടു ഇറ്റ്. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നു, ഗ്രൗണ്ടഡ് ആയിരിക്കുക, പേഷ്യന്റ് ആയിരിക്കുക. ഒരു തരത്തിലുള്ള ഒരു ഇംപേഷ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകാം ഈ ഒരു മാസത്തിൽ. എല്ലാം എന്താ പറയാ, ഇങ്ങനെ വേഗം നടക്കണം, അല്ലെങ്കിൽ ഒരു റെസ്റ്റ്ലെസ് എനർജി നിങ്ങളുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. ബി ആസ് ഗ്രൗണ്ടഡ് ആസ് പോസിബിൾ. പ്രസന്റ് മൊമെന്റിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ലൈഫിനെ ഒരു ഓർഗനൈസ്ഡ് ആക്കുക, ഒരു അടക്കും ചിട്ടയൊക്കെ കൊണ്ടുവരിക. പിന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സസൈസസ് ഒക്കെ റെഗുലർലി ചെയ്യുക. നിങ്ങളുടെ ഡെസ്റ്റിനിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് മാസം. ഓക്കെ, ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു ഡിവൈൻ യൂണിയന് തന്നെ സാധ്യതയുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ കാർഡിൽ ഇത് എംപററും എംപറസും ആണ്, ഇത് ഹയറഫന്റ് ആണ്. അപ്പൊ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്, ആ ഒരു യൂണിയന്റെ ഒരു പോസിബിലിറ്റി കാണുന്നു. ഒരു പക്ഷേ ആ വ്യക്തിയുടെ എനർജി ഈ കിങ് ഓഫ് കോയിൻസ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പല കാര്യങ്ങളും, നിങ്ങൾ ഈ ഒരു ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും. ഒന്നിന് പിറകെ ഒന്നായിട്ട് ചേഞ്ചസ്, പ്രോഗ്രസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാസം കൂടെ ആയിരിക്കും ഈ ഓഗസ്റ്റ് മാസം. ചിലപ്പം നിങ്ങളുടെ ആ ഒരു ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ട്രാവൽ, റീലൊക്കേഷൻ, ഓക്കെ, എനർജി ഒക്കെ നമുക്ക് കാണുന്നുണ്ട്.
അപ്പൊ എന്താ വെച്ചാൽ ഇതിനോടൊക്കെ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. പ്രതീക്ഷ ഒട്ടും കൈവിടാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന്, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ആ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾ മുഴുവനായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടില്ലെങ്കിൽ, അത് ഡിറ്റാച്ച്ഡ് ആകണ്ട, അതിനുവേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഏത് ഓഗസ്റ്റ് മാസം. ഓക്കെ, അതിനോടൊപ്പം തന്നെ വരുന്ന മാറ്റങ്ങൾ അത് അപ്രതീക്ഷിതമായിരിക്കും. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കുന്ന സമയത്ത് സാഹചര്യത്തില് നിങ്ങളെല്ലാം കൊണ്ട് ഓക്കെ ആവുമ്പോഴൊന്നും ആവില്ല മാറ്റങ്ങൾ വരിക. നമുക്ക് 8 ഓഫ് വാണ്ട്സും ഏസ് ഓഫ് വാണ്ട്സും കിട്ടുമെന്ന് പറയാണ്. പെട്ടെന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് ചോദിച്ചാൽ യെസ്, പക്ഷെ നിങ്ങൾ അതിന് ഫുള്ളി റെഡി ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്താ വേണ്ടത്? ബി ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ്. എല്ലാത്തിലും ആ ഒരു പോസിറ്റീവ്നെസ് കാണും. എല്ലാത്തിലും ഒരു ആ വരുന്ന നല്ല മാറ്റങ്ങളൊക്കെ ഇതെനിക്ക് നല്ലതാണ് കൊണ്ടുവരിക എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഞാൻ 2 ഏഞ്ചൽ നമ്പേഴ്സ് ആണ് പ്രധാനമായിട്ട് നിങ്ങളുടെ റീഡിങ്ങിൽ കണ്ടത്. 12, 22, 15, 55. അപ്പോൾ 1, 2, 2, 2, 1, 5, 5, 5. നിങ്ങൾ ഒന്നുകിൽ ഈ റീഡിംഗ് കാണുന്നതിന് മുൻപായിട്ട് 24 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ റീഡിംഗ് കണ്ടു കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ഈ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഇത് എക്സ്ട്രാ കൺഫർമേഷൻ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഫയൽ നിങ്ങളുടെ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പല മാറ്റങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പല പല കാര്യങ്ങൾ നിങ്ങളുടെ റിയാലിറ്റി ആയി മാറുന്ന, നിങ്ങളത് നിങ്ങളുടെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. ഏപ്രിൽ മാസം എന്ന് എൻ്റെ വായിൽ വന്നു, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം ഒരുപക്ഷെ ഏപ്രിലിൽ നടക്കേണ്ട ചില കാര്യങ്ങളിൽ, ഓക്കെ, ചിലപ്പോൾ ഏപ്രിൽ മാസത്തിന്റെ ഏതെങ്കിലും റീഡിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കും എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നടന്നിട്ടില്ല എന്നാണെങ്കിൽ അത് ഓഗസ്റ്റ് മാസത്തിലേക്ക് നടക്കാൻ സാധ്യത കാണുന്നു. അന്നത്തെ എന്തെങ്കിലും ഒരു അലൈൻമെന്റ് ഇഷ്യൂസ് കൊണ്ടായിരിക്കണം അത് നടക്കാതെ പോയിട്ടുള്ളത്. പക്ഷെ അത് നടക്കുന്നതിന് ഈ ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്നതിന് സാധ്യതയുണ്ട്. വരുന്ന മാറ്റങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കുക, സന്തോഷിക്കുക, അതിൽ ഈശ്വരനോട് നന്ദി പറയാം. ഓക്കെ, മാക്സിമം ലൈഫിനെ, മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് തന്നെ അതിനെ നോക്കിക്കാണുക, അതിനെ വീക്ഷിക്കുക, ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓഗസ്റ്റ് മാസത്തിൽ. പ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രതീക്ഷയോടെ കാത്തിരിക്കല്ല, പ്രതീക്ഷയോടെ നിങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു മാസമാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു മാസമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ്. ഓക്കെ, ഒരു തരത്തിലും നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആരെങ്കിലും കൊണ്ടുതരും എന്ന് വിചാരിച്ചിരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മാറ്റം നിങ്ങൾ കാണില്ല. പക്ഷെ നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുക്കേണ്ടതുണ്ടോ ആ ആക്ഷൻസ് എടുക്കുക. ആ ആക്ഷൻസ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡിഫറൻസസ് കാണാൻ സാധിക്കും. ഓക്കെ, അത് വളരെ നിർബന്ധമാണ്. അതൊരു ചെറിയ ആക്ഷൻ ആണെങ്കിൽ പോലും ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തേ പറ്റൂ. പിന്നെ അതിനനുസരിച്ച് പിന്നെ മാറ്റങ്ങൾ യൂണിവേഴ്സ് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഓഗസ്റ്റ് മാസം മുൻകൂട്ടി ആശംസിക്കുകയാണ്. എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. നിങ്ങൾ തംബ്നെയിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഓഗസ്റ്റ് 2026 മികച്ചതാക്കാൻ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എന്താണ് ചെയ്യേണ്ടത്. നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുക. അപ്പൊ ഒരു ഇങ്ങനെ എന്താ പറയുക, ഇന്ന രീതിയിലാവും സംഭവിക്കുക, ഇന്ന പോലെയാവും സംഭവിക്കുക, ഇന്ന സമയത്താവും സംഭവിക്കുക, അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ വെക്കാതിരിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, ഓഗസ്റ്റ് മാസത്തിലേക്ക് അത് കൊണ്ടുവരാൻ, നിങ്ങളുടെ റിയാലിറ്റിയുടെ ഭാഗമാക്കാൻ നിങ്ങളെ സഹായിക്കാം. ഓക്കെ, കാരണം യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ എത്തിച്ചേരണം എന്നതിനെ സംബന്ധിച്ച് യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ നടക്കുമ്പോൾ അപ്പൊ നിങ്ങൾ അവിടെ ഒരു ഈ പറഞ്ഞ പോലെ പ്രത്യേക എക്സ്പെക്ടേഷൻസ് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഇമാജിൻ ചെയ്തിരിക്കുമ്പോൾ അതുപോലെ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇമാജിനേഷൻ കഴിവതും ഒഴിവാക്കുക. അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണോ അത് നല്ല കൃത്യമായിട്ട് ആ പെർഫെക്റ്റ് ടൈമിൽ യൂണിവേഴ്സ് അത് എന്റെ ലൈഫിലേക്ക് നടത്തി തന്നിരിക്കും എന്ന ഒരു ഫോക്കസ്, അങ്ങനെ ആ ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
അതുപോലെ ഓവർ തിങ്കിങ് വേണ്ട എന്ന് പറയുന്നു. സ്ട്രെസ്ഡ് ആകാതിരിക്കാൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് ഇമാജിൻ ചെയ്ത് വെക്കുമ്പോഴാണ് ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എനർജിയിൽ നിങ്ങളാകുക. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് മാക്സിമം മനസ്സിനെ ഫ്രീ ആക്കി ഇടുക. ടെൻഷൻസും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒന്ന് എന്താ പറയാ, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുക, ഒരു സോളിറ്റ്യൂഡ് എനർജിയിലേക്ക് പോവുക. ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ, സ്ട്രെസ് എന്തൊക്കെയാണോ അതിനെങ്ങനെ റിലീസ് ചെയ്യണം എന്നതിൽ ഫോക്കസ് ചെയ്യുക. എന്തുകൊണ്ട് ആ ടെൻഷൻ വരുന്നു എന്ന് തിരിച്ചറിയാം. അതിന്റെ മൂലകാരണം കണ്ടെത്തുക. അതിനെ നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക, റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് ഓൾറെഡി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവാനും മറ്റുള്ളവരായിട്ടൊക്കെ ഒരു ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവാനും ഒക്കെ മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ പെരുമാറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതിനൊന്ന് കരുതിയിരിക്കുക. അപ്പൊ നിങ്ങൾ ടെൻഷനിലൊക്കെ ആണ്, നിങ്ങൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ മാക്സിമം സൈലൻസ് കീപ്പ് ചെയ്യാം. കാരണം ആ സമയത്ത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യമാവില്ല പറയാം. പക്ഷെ നിങ്ങൾക്ക് ആ പറഞ്ഞു വരുമ്പോൾ അത് മറ്റുള്ളവരെ ചിലപ്പോൾ ഒരുപാട് ഡീപ്ലി ഹേർട്ട് ചെയ്യുന്ന രീതിയിലാവും നിങ്ങൾ സംസാരിക്കുക. അത് നിങ്ങളുടെ ഇന്റൻഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സൈലന്റ് ആയിരിക്കുക, സോളിറ്റ്യൂഡിലായിരിക്കുക. അതാണ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം സ്ട്രോങ് ആകുന്ന ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വളരെയധികം വിശ്വസിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഓഗസ്റ്റ് മാസത്തില് പിന്നെ നിങ്ങളോട് യൂണിവേഴ്സ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, നിങ്ങളിപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമിലേക്ക് നിങ്ങളുടെ ലൈഫ് ഇനിയും എത്തിയിട്ടില്ല എന്നാണെങ്കിൽ ആ ഒരു ടേണിംഗ് പോയിന്റ്, ആ ഒരു നെക്സ്റ്റ് ചാപ്റ്ററിലേക്കുള്ള എൻട്രി ഓഗസ്റ്റ് മാസത്തിൽ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ഒരു എന്താ പറയാ, ഈ ഒരു സമയത്ത്, ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരുപാട് പാഠങ്ങൾ, അമൂല്യമായിട്ടുള്ള പാഠങ്ങൾ, അതൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, കാര്യമായ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഓഗസ്റ്റ് മാസം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാല്, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ എന്താ പറയാ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കേട്ടത്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾ അവിടെ ആകെ കൺഫ്യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യുക. ഓരോ കാര്യം നടക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ആ ഇൻറ്റ്യൂഷൻ പറയുന്നതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക. എന്തൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോഴും നിങ്ങൾ എന്ത് വേണം, നല്ലവണ്ണം ചിന്തിച്ച് സ്വസ്ഥമായ മനസ്സോട് കൂടി ഇരുന്ന് നല്ലവണ്ണം ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുക. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നൊക്കെ പുറത്ത് കടക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. ഓക്കെ, അതിന് ധൃതി വേണ്ട. അത് കാരണം നിങ്ങളുടെ പരിശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആ ഹീലിംഗ് ജേർണി കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഹീലിംഗിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് ചെയ്ത് തീർക്കാൻ ഒരു ഡെഡ് ലൈൻ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ പക്ഷെ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. അത് നിങ്ങൾ റിലീസ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. പക്ഷെ അത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ഡെഡ് ലൈൻ യൂണിവേഴ്സ് വെച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അനാവശ്യമായിട്ട് അങ്ങനത്തെ ഒരു പ്രഷർ സ്വയം നൽകരുത്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇമോഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവാനും നിങ്ങൾക്ക് ക്ലാരിറ്റി കുറയാനും ഒക്കെ ഒരു സാധ്യത ഉണ്ട് ഈ ഒരു മാസത്തിൽ. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പൂർണ്ണമായ ക്ലാരിറ്റി ഇല്ലാതിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാം, ഒരു കൺക്ലൂഷനിലേക്ക് വരാതിരിക്കാം. ആ ക്ലാരിറ്റി ലഭിക്കുമ്പോൾ മാത്രം ഓക്കെ നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് പറയുക, ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, ആ കൺക്ലൂഷനിലേക്ക് വരിക. വ്യക്തമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തത ഇല്ലാത്ത പക്ഷം നിങ്ങൾ തീരുമാനങ്ങളൊന്നും എടുക്കരുതെന്ന് പ്രത്യേകം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്.
മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഓഗസ്റ്റ് മാസം മുൻകൂട്ടി ആശംസിക്കുകയാണ്. താങ്ക് യു.